നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. CPM ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. തൊടുപുഴയിൽ ഹർത്താൽ അനുകൂലികൾ പ്രകടനം നടത്തി. വാഹനം തടഞ്ഞതുമായി ബന്ധപ്പെട്ട് പോലീസുമായി ഏറ്റുമുട്ടുവാൻ ശ്രമം. തൊടുപുഴയിൽ ഹർത്താൽ അനുകൂലികൾ മാതൃഭൂമി ഓഫീസിൽ അതിക്രമിച്ചു കയറിയ റിപ്പോർട്ടർ ജി വേണുഗോപാലിനെ മർദ്ദിച്ചു. അക്രമവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടിമാലിയിൽ CPM പ്രവർത്തകരും മുസ്ലിം ലീഗ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് എത്തി സംഘർഷത്തിന് അയവ് വരുത്തി. ഹർത്താൽ ദിനത്തിൽ തൊടുപുഴയിൽ പോലീസ് ക്യാന്റീനും ചെറിയ ചായക്കടയും ജനങ്ങൾക്ക് അനുഗ്രഹമായി. രാമക്കൽമേട്ടിലെ കാറ്റാടി പദ്ധതി പൂർത്തിയായില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായി നീളുന്നു. ഹർത്താൽ ദിനത്തിൽ മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മർദ്ദനത്തിൽ വണ്ണപ്പുറം സ്വദേശിയായ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവറും സെക്യൂരിറ്റി ജീവനക്കാരനും തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. CPM ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇടുക്കി, എറണാകുളം ജില്ലകളിൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സർക്കാർ ഓഫീസുകളും ബാങ്കുകളും ഭൂരിഭാഗവും പ്രവർത്തിച്ചില്ല. ഗ്രാമപ്രദേശങ്ങളിൽ ചുരുക്കം ചില ബാങ്കുകളും വ്യാപാര സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിച്ചു. KSRTC സർവീസും നടന്നില്ല. ഹർത്താലിനോടനുബന്ധിച്ച് തൊടുപുഴയിൽ CPM നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ഇതിനിടെ വന്ന വാഹനങ്ങൾ തടഞ്ഞിട്ടത് സംഘർഷത്തിന് കാരണമായി. ചില സ്ഥലങ്ങളിൽ കയ്യേറ്റ ശ്രമങ്ങളും നടന്നു. ഹർത്താലിനോട് സഹകരിച്ചവർക്ക് CPM തൊടുപുഴ ഏരിയ സെക്രട്ടറി VV മത്തായി നന്ദി പറഞ്ഞു. ഹർത്താലിനോടനുബന്ധിച്ച് തൊടുപുഴയിൽ വാഹനങ്ങൾ വ്യാപകമായി തടഞ്ഞു. ഇത് ചില സ്ഥലങ്ങളിൽ സംഘർഷത്തിന് കാരണമായി. ഹർത്താലിനോടനുബന്ധിച്ച് തൊടുപുഴയിൽ വാഹനങ്ങൾ തടഞ്ഞവർ പോലീസുമായി ഏറ്റുമുട്ടുവാൻ ശ്രമം. വാഹനം തടഞ്ഞവരെ നീക്കം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് കയ്യേറ്റം ചെയ്യാനും ശ്രമം നടന്നു. ഇത് പോലീസും ഹർത്താൽ അനുകൂലികളും തമ്മിൽ ഏറ്റുമുട്ടുന്നതിന് കാരണമായി. പോലീസ് രാജ് വേണ്ട വേണ്ട, പോലീസ് രാജ് വേണ്ട വേണ്ട, പോലീസ് രാജ് വേണ്ട വേണ്ട. ഇൻകുലാബ് സിന്ദാബാദ്. കേരള നാട്ടിൽ ഉടനീളം പോലീസ് രാജ് നടത്തുന്നവരെ
ഹർത്താൽ അനുകൂലികൾ മാതൃഭൂമി ഇടുക്കി ജില്ലാ ബ്യൂറോയിൽ അതിക്രമിച്ചു കയറി ലേഖകനെ കയ്യേറ്റം ചെയ്തു. ക്യാമറ പിടിച്ചുവാങ്ങി നശിപ്പിച്ചു. പരിക്കേറ്റ റിപ്പോർട്ടർ ജി വേണുഗോപാലിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂവാറ്റുപുഴ റോഡിലെ ബാർ ഹോട്ടലിന് മുന്നിൽ പ്രശ്നമുണ്ടായതറിഞ്ഞ് എത്തിയ വേണുഗോപാൽ ചിത്രമെടുത്തു എന്ന് ആരോപിച്ചാണ് 4 അംഗ സംഘം ആക്രമിച്ചത്. വിവരമറിഞ്ഞെത്തിയ മാധ്യമപ്രവർത്തകരാണ് വേണുഗോപാലിനെ ആശുപത്രിയിൽ എത്തിച്ചത്. നിങ്ങൾക്ക് പടം എടുത്ത് കൊടുക്കണമെന്ന് ചോദിച്ചു. വേണിച്ചേട്ടൻ ചോദിച്ചു. ചേട്ടാ ഞങ്ങൾ പടമൊന്നും എടുത്തില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ പടമൊന്നും എടുത്തില്ല. ഈ ചേട്ടൻ കൊണ്ട് കൊടുത്ത പടമാണ്. ആ ക്യാമറ ഞങ്ങൾ ഇങ്ങോട്ട് വാങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ നോക്കാം, നമ്മൾ പടമൊന്നും എടുത്തില്ല. നിങ്ങളൊക്കെ നമുക്ക് അറിയാം എന്ന് പറഞ്ഞു. വേണിച്ചേട്ടൻ വേറെ 2 ആൾ അപ്പുറത്ത് കല്ലെടുത്തിട്ട് എറിയാനുണ്ട്. കല്ലെടുത്ത് എറിഞ്ഞില്ല. അപ്പോൾ ഒരാൾ ഇങ്ങനെ നേരെ ഇവിടം വരും. ഒരാൾ വന്നിട്ട് ഇവനെ പിടിച്ചിട്ട് നേരെ പുറത്തേക്ക് കൊണ്ടുപോകും. മാതൃഭൂമി ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ ഇടുക്കി യൂണിറ്റ് പ്രതിഷേധിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് SD സതീശൻ നായരും സെക്രട്ടറി ജോൺസൺ വേങ്ങത്തടവും ആവശ്യപ്പെട്ടു. മാതൃഭൂമി ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ KUWJ പ്രസിഡന്റ് KC രാജഗോപാലും ജനറൽ സെക്രട്ടറി മനോഹരൻ മൊറായിയും പ്രതിഷേധിച്ചു. മാതൃഭൂമി ഓഫീസിൽ അതിക്രമിച്ചു കയറിയ ഹർത്താൽ അനുകൂലികളെ അറസ്റ്റ് ചെയ്തു. ഓട്ടോ ഡ്രൈവറായ ചാത്തന്മല തുരുത്തിക്കാട്ടിൽ സിജു, ചാത്തന്മല വീട്ടിൽ നാരായണൻ, പുളിക്കൽ വീട്ടിൽ കണ്ണൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. CI സജി മാർക്കോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത്. അക്രമം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അക്രമികളെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി അഭിനന്ദനാർഹമായി. തൊടുപുഴ മാതൃഭൂമി ബ്യൂറോയിൽ ഉച്ചയോടെയായിരുന്നു ആക്രമണം നടന്നത്. 2 മണിക്കൂറിനുള്ളിൽ സർക്കിൾ ഇൻസ്പെക്ടർ സജി മാർക്കോസിന്റെ നേതൃത്വത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തത് എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റി. പോലീസിനെ ജോലി ചെയ്യാൻ അനുവദിച്ചാൽ വേണ്ടവിധം നടപടി സ്വീകരിക്കാനാകുമെന്നാണ് ഈ സംഭവം ചൂണ്ടിക്കാട്ടുന്നത്. പോലീസിന്റെ പ്രവർത്തനത്തെ മാധ്യമപ്രവർത്തകരും നാട്ടുകാരും അഭിനന്ദിച്ചു. അടിമാലി ടൗണിൽ CPM MSF പ്രവർത്തകർ ഏറ്റുമുട്ടി. ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തിയ CPM പ്രവർത്തകരും അറസ്റ്റ് ചെയ്യാൻ നടപടിയെടുത്ത ആഭ്യന്തരമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച് പ്രകടനം നടത്തിയ MSF പ്രവർത്തകരും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ബുധനാഴ്ച വൈകിട്ട് 6:30യോടെയാണ് സംഭവം നടന്നത്. പോലീസും മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഇടപെട്ട് ഇരുവിഭാഗത്തെയും ശാന്തരാക്കിയതോടെയാണ് ഇരുവിഭാഗം പ്രവർത്തകരും പിരിഞ്ഞു പോകുവാൻ തയ്യാറായത്. നവംബർ 1 മുതൽ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും മെഡിക്കൽ കോളേജുകളിലും ജനറ്റിക് മെഡിസിൻ സൗജന്യമായി നൽകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ പറഞ്ഞു. അവരുടെ വീട്ടിൽ നിന്ന് വാഹനത്തിൽ കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രസവിക്കുന്ന 7 ദിവസത്തെ എല്ലാ ചെലവും ഗവൺമെന്റ് തന്നെ വഹിച്ച് തിരികെ വീട്ടിൽ കൊണ്ടാക്കുന്ന രീതിയിൽ ഉള്ള ഒരു പദ്ധതിക്ക് സംസ്ഥാന ഗവൺമെന്റ് രൂപം കൊടുത്തിട്ടുണ്ട്. അതിന് ഔപചാരികമായ തുടക്കം നമ്മളിപ്പോൾ കുറിക്കുകയാണ്. JSSK പദ്ധതിയാണ്. ആ തുടക്കം കുറിക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെയും അമ്മമാരുടെയും പരിപാലനത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ പഞ്ചായത്തും മലങ്കര സെന്റ് ജോൺസ് മെഡിക്കൽ വില്ലേജും സംയുക്തമായി തുടങ്ങുന്ന ട്രെയിനിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിച്ചു. പറയുന്നതാണ് സമൂഹത്തിലെ ഏറ്റവും നിരാശ്രയരായ, നിരാലംബരായ, ഒറ്റപ്പെട്ടു പോയവരെ സംരക്ഷിക്കുക എന്നുള്ളതും സഹായിക്കുക എന്നുള്ളതും ഓരോ വിശ്വാസ പ്രമാണങ്ങളും അനുസരിച്ച് അവർ നിർവഹിക്കേണ്ട ഒരു കടമയാണ്. എല്ലാ മതങ്ങളും കാരുണ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ മതവും അനുകമ്പയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ പേയ്മെന്റ് ഗേറ്റ് വേ എന്ന് പറഞ്ഞ് സമൂഹത്തിൽ അടിത്തട്ടിലുള്ളവരെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ പറ്റുമോ അങ്ങനെ സഹായിക്കാൻ ഒരു 200 കോടിയോളം രൂപ അതിനുവേണ്ടി ിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു. വികസനം അത് റോഡായാലും. ബജി സ്പെഷ്യൽ വഴിയോരക്കട ഹർത്താൽ ദിനത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം പകർന്നു. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന വൈക്കം സ്വദേശി വിജയന്റെ ചെറിയ ചായക്കടയാണ് നഗരവാസികൾക്ക് അനുഗ്രഹമായത്. ഹോട്ടലുകളെല്ലാം അടഞ്ഞുകിടന്നതിനാൽ ഇവിടെ നല്ല തിരക്കായിരുന്നു. 6 മാസത്തോളമായി ഇവിടെ ചായക്കട നടത്തിവരുന്ന വിജയന് സ്വന്തമായി വീടില്ല. ചായക്കട തന്നെയാണ് വിജയന്റെ വീട്. കച്ചവടത്തിന് കുഴപ്പമില്ല. നാട്ടുകാരെ സാറും കൊണ്ട് കച്ചവടന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. ഇല്ല, ആരും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല സഹകരണം. വീട് സ്വന്തമായിട്ട് വീടും സ്ഥലമൊന്നും ഇല്ല. ഇപ്പം ഇതിൻ്റെ അകത്ത് തന്നെ താമസം, ഇതിൻ്റെ അകത്ത് തന്നെ കച്ചവടം. സ്വന്തം നാട് വയ്ക്കായിരുന്നു. രാവിലെ ഒരു 4, 4:30, 5 മണിയാകുമ്പോൾ തുറന്നു കഴിഞ്ഞാൽ രാത്രി ഒരു 7 മണിയാകുമ്പോൾ അടയ്ക്കും. സ്പെഷ്യലായിട്ട്
പോലീസ് ക്യാന്റീൻ ഹർത്താൽ ദിനത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമായി. തൊടുപുഴ പോലീസ് സ്റ്റേഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ക്യാന്റീനിൽ ഹർത്താൽ ദിനത്തിൽ നല്ല തിരക്ക് അനുഭവപ്പെട്ടു. ഇതര ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുമ്പോഴും ഹോട്ടൽ ഭക്ഷണങ്ങൾ കുറഞ്ഞ നിരക്കിൽ ഇവിടെ ലഭ്യമായി. പോലീസിന്റെ ഈ സേവനം അഭിനന്ദനാർഹമാണെന്ന് പൊതുപ്രവർത്തകനായ രാജേന്ദ്രൻ പോത്തനാശ്ശേരി പറഞ്ഞു. ഈ ഹർത്താൽ ദിനത്തിൽ ആഹാരത്തിനും കുടിവെള്ളത്തിനുമൊക്കെ വേണ്ടി ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരായ ആളുകൾക്ക് തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം വിശ്വസിച്ച എപ്പോഴും ആശ്രയിക്കാവുന്ന ഒരു സ്ഥാപനമാണ് പോലീസ് ക്യാൻറ്റീൻ. ഈ പോലീസ് ക്യാൻറ്റീൻ്റെ പ്രവർത്തനം തുടങ്ങിയതോടുകൂടി തൊടുപുഴയിലെയും ഈ തൊടുപുഴയിൽ എത്തിച്ചേരുന്ന യാത്രക്കാരുടെയും എല്ലാം ആഹാരത്തിന്. രാമക്കൽമേട് കാറ്റാടി പദ്ധതി ഇനിയും പൂർത്തിയായിട്ടില്ല. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രാമക്കൽമേട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വേഗതയിൽ കാറ്റ് വീശുന്ന പ്രദേശമാണ്. മണിക്കൂറിൽ 45 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കുന്നതിനാൽ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇവിടം അനുയോജ്യമെന്ന് അനർട്ട് പഠനത്തിൽ കണ്ടെത്തി. ഇതിനെ തുടർന്നാണ് മുൻ സർക്കാർ രാമക്കൽമേട് കാറ്റാടി പദ്ധതിക്ക് രൂപം നൽകിയത്. 300 യന്ത്രങ്ങൾ സ്ഥാപിച്ച് 200 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. ആദ്യഘട്ടമായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ 20 യന്ത്രങ്ങൾ സ്ഥാപിച്ചു. ഇവിടെ നിന്നും 15 മെഗാവാട്ട് വൈദ്യുതി നെടുങ്കണ്ടം സബ്സ്റ്റേഷൻ വഴി KSEBക്ക് ലഭിക്കുന്നു. എന്നാൽ ഭരണമാറ്റത്തോടെ പദ്ധതി പാതിവഴിയിൽ മുടങ്ങി. അക്കാലത്ത് സ്ഥാപിച്ച 20 യന്ത്രങ്ങൾക്കപ്പുറം ഒന്നുപോലും അധികമായി സ്ഥാപിക്കാൻ പിന്നീട് കഴിഞ്ഞില്ല. 200ഓളം കാറ്റാടികൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ വൈദ്യുതി ക്ഷാമം തന്നെ പരിഹരിക്കാൻ വേണ്ടി കഴിയുന്ന വാർത്തകൾ തുടരുന്നു. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് കാർഷിക കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണെന്നും എല്ലാ പഞ്ചായത്തുകളിലും കാർഷിക കർമ്മസേന രൂപീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കാർഷിക കർമ്മസേന എന്ന് പറയുമ്പോൾ തന്നെ കാർഷിക രംഗത്ത് കർമ്മം ചെയ്യാനുള്ള ഒരു ആർമി തന്നെയാണ്. ഞങ്ങളൊരു ഏകദേശം ഒരു തീരുമാനമെടുക്കാൻ പോകുന്നത് എല്ലാ തോടുകൾക്കും പുഴകൾക്കും തടയണകൾ സൃഷ്ടിച്ചുകൊണ്ട്, തടയണകൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ആ തടയണങ്ങൾ ഒരളവോളം നമ്മുടെ ജലസ്രോതസ്സുകളെ ഒഴുകിപ്പോകുന്ന ജലത്തെ സംരക്ഷിച്ചു നിർത്താനുള്ള ഒരു ചെറിയ പ്രവർത്തനമെങ്കിലും നടത്തിയില്ലെങ്കിൽ നമ്മൾ ഇപ്പോഴുള്ള ജലം മുഴുവനും ഒഴുകി കടലിലേക്ക് ചെന്നു ചേരും. വെറുതെ ആ ജലം ഒരു ഉപയോഗത്തിനെത്താത്ത രീതിയിലേക്ക് എത്തിച്ചേരും. ഈ കാർഷിക കർമ്മസേനയെ തിരുവനന്തപുരം ജില്ലാ ജയിലിൽ ക്ലോസ്ഡ് ക്യാമറ സംവിധാനത്തിന്റെയും പൊതു ഉച്ചഭാഷണയുടെയും ഉദ്ഘാടനം മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. നമ്മുടെ ഭരണഘടനയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്യുന്നതമായ സ്ഥാനത്തെത്തുമ്പോൾ നമ്മൾ ആ ഭരണഘടന മുമ്പിൽ വെച്ച് അതിൽ തൊട്ട് ആണ് നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നത്. നമ്മൾ നിയമസഭാ അംഗമാകുമ്പോൾ, മന്ത്രിയാകുമ്പോൾ, ഗവർണറാകുമ്പോൾ, നമ്മൾ അത്യുന്നതമായ പദവിയിലേക്ക് എത്തുമ്പോൾ, എന്തിന് ഇന്ത്യൻ പ്രസിഡന്റ് ആകുമ്പോൾ, അവിടെയൊക്കെ ഈ ഭരണഘടനയെ തൊട്ട് നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമാണ് ആ ചാർജ് ഏറ്റെടുക്കുന്നത്. അപ്പൊ ആ ഭരണഘടന നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വിശുദ്ധമാണ്, പരിശുദ്ധമാണ്. ആ ഭരണഘടനയുടെ ഹർത്താൽ ദിനത്തിൽ ആശുപത്രിയിൽ രോഗിയുമായി എത്തിയ ഓട്ടോ ഡ്രൈവറെ ഹോസ്പിറ്റൽ സെക്യൂരിറ്റി മർദ്ദിച്ചതായി പരാതി. വണ്ണപ്പുറം അമ്പലപ്പടിയിലെ ഓട്ടോ ഡ്രൈവറായ സിബി അഗസ്തിക്കാണ് മുതലക്കുളം ആശുപത്രിയിലെ സെക്യൂരിറ്റിയുടെ മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ സിബിയുടെ മൂക്കിന് പരിക്കേറ്റു. പരിക്കേറ്റ സിബി തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാർപോറേഷൻ്റെ അവിടെ കൊണ്ട് വണ്ടി നിർത്തി ആളിറങ്ങി പോയപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. അപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു വണ്ടി മാറ്റിയിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 1 മിനിറ്റ് അതിനുള്ളിൽ വണ്ടി മാറ്റിയേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വണ്ടിയെ സൗണ്ട് കൊണ്ട് കേൾക്കാൻ മേലാത്തതിൻ്റെ പേരിൽ എഞ്ചിൻ ഓഫ് ചെയ്ത് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരു 1.5 മിനിറ്റ് കൂടുതൽ എടുത്തില്ല. പുള്ളി വന്നാൽ പറഞ്ഞാൽ ഇതിനുള്ള വണ്ടി മാറ്റിയിടാൻ പറഞ്ഞാൽ ചോദിച്ചാൽ ചൂടായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇയാൾ ചൂടാകേണ്ട കാര്യമില്ല, വണ്ടി മാറ്റിയിടാൻ പറഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യണു എന്ന് പറഞ്ഞു. ഞാനിത് കംപ്ലയിൻറ്റ് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ വണ്ടി ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ടിട്ട് അവിടുത്തെ മദറിൻ്റെ അടുത്ത് പോയി കംപ്ലയിൻറ്റ് പറഞ്ഞു. അവർ പറഞ്ഞു രേഖാമൂലം എഴുതി തന്നെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കംപ്ലയിൻറ്റ് എഴുതാനായിട്ട് ഞാൻ പുറത്തേക്ക് എൻ്റെ കൂടെ വന്ന ആളെ കാണാനായിട്ട് കാർപോറേഷനിലേക്ക് ഇറങ്ങി വരുമ്പം ഈ പുള്ളി എനിക്കെതിരായി നീ കംപ്ലയിൻറ്റ് കൊടുക്കുക വെച്ച് ഒരു ടൗല് ഇങ്ങനെ പൊതിഞ്ഞ് കൈ പിടിച്ചിട്ടുണ്ട്. അത് വെച്ച് ഒറ്റയിടി. അതിനകത്ത് കല്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിന് 2 പൊട്ടലുണ്ട് മൂക്കിൻ്റെ പാലത്തിന്, 2 സ്റ്റിച്ചും ഉണ്ട്. എന്നാൽ വണ്ടി മാറ്റാൻ പറഞ്ഞതിന് ഓട്ടോ ഡ്രൈവറായ സിബി തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞു. ഞാൻ രാവിലെ ഡ്യൂട്ടിയിലായിരുന്നു. അവിടെ പോർച്ചിൽ ഓട്ടോറിക്ഷക്കാരൻ കൊണ്ട് പാർക്ക് ചെയ്തു എടുത്ത് മാറ്റിയിടാൻ പറഞ്ഞതിൻ്റെ വിരോധം കൊണ്ട് ചെയ്തതാണ്. കുറേ ചീത്ത വിളിച്ച് പൊക്കോളെന്ന് ഓർത്ത് പോയില്ല. അപ്പം തിരിച്ചു വന്ന് പറയുന്നു തല്ലി. 2 പേരുടെ വീണപ്പം എനിക്ക് തലയ്ക്ക് പരിക്ക് പറ്റി, കുറേ തല്ല് കിട്ടി. അയാളുടെ എന്തോ ചെറിയ പരിക്കുകളുണ്ടെന്ന് തോന്നുന്നു. അതിനെ കൃത്യമായി അറിയില്ല. മാറ്റാൻ പറഞ്ഞു. സ്പൈനൽ കോഡിന് ക്ഷതം സംഭവിച്ച് അരയ്ക്കു താഴെ തളർന്ന യുവാവ് ഉദാരമതികളുടെ സഹായം തേടുന്നു.
അറക്കുളം കാവുംപടിയിൽ സുധിയാണ് അരയ്ക്കു താഴെ തളർന്ന് മുതലക്കുളം ഹോളി ഫാമിലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. 2005 ഏപ്രിൽ മാസം 1-ാം തീയതി എൻ്റെ ഭാര്യയെ വീട്ടിൽ ഞാൻ പണിതുകൊണ്ട സമയത്താണ് എനിക്ക് പെരപ്പുറത്ത് വീണ അപകടം ഉണ്ടായത്. ഈ അപകടം ഉണ്ടായ മൂലം എൻ്റെ സ്പൈനൽ കോഡിനായിരുന്നു ഷേക്ക് ഉണ്ടായത്. അരയ്ക്ക് താഴോട്ട് തളർന്നു പോയായിരുന്നു. കേരളത്തിനകത്തും പുറത്തുമുള്ള ആശുപത്രി ചികിത്സയുടെ ഫലമായി എനിക്ക് കാൽമുട്ട് വരെ സെൻസേഷൻ തിരികെ ലഭിച്ചു. എന്നാൽ വീണ്ടും ഒരാഴ്ചയായിട്ട് എനിക്ക് വീണ്ടും സ്പൈനൽ കോഡിന് വേദനയായിട്ട് ഇവിടെ മുതലക്കുളം ആശുപത്രി പ്രവേശിക്കുകയാണ്. ഇപ്പോൾ എന്നാൽ എനിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ രോഗിയായ അമ്മയും ഭാര്യയും 2 പിള്ളേരും ഉണ്ട്. ഇപ്പോൾ ഞാൻ പണിയെടുത്ത് വന്നായിരുന്നു കുടുംബം പോറ്റാൻ. എനിക്ക് തട്പണിയായി. സുമനസ്സുകളുടെ കാരുണ്യം കാത്തിരിക്കാതെ ഉണ്ണികൃഷ്ണൻ യാത്രയായി. ശരീരത്തിലെ എല്ല് പൊടിഞ്ഞു പോകുന്ന അജ്ഞാത രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന മണക്കാട് പെരിഞ്ചിറക്കുന്നേൽ ഉണ്ണികൃഷ്ണനാണ് ആരുടെയും കാരുണ്യത്തിന് കാത്തുനിൽക്കാതെ യാത്രയായത്. നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഉണ്ണികൃഷ്ണൻ ഭാരിച്ച ചികിത്സാ ചെലവ് താങ്ങാനാവാതെ വന്നപ്പോൾ സുമനസ്സുകളുടെ സഹായം തേടിയിരുന്നു. VBCയും ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയിരുന്നു. എന്നാൽ സുമനസ്സുകളുടെ സഹായം എത്തും മുമ്പേ ഉണ്ണികൃഷ്ണൻ മരണമടഞ്ഞു. ബുധനാഴ്ച രാവിലെ 9:30യോടെയാണ് മരണം സംഭവിച്ചത്. സംസ്കാരം നടത്തി. ബിന്ദുവാണ് ഭാര്യ. വിദ്യാർത്ഥികളായ ഗിരീഷ്, ഗ്രീഷ്മ എന്നിവർ മക്കളാണ്.